പുന്നമട കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര ആലപ്പുഴയിൽ പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ മുതലേ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. ഈ ഷിക്കാര ബോട്ടായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇവിടെ ബോട്ട് യാത്രയ്ക്ക് ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് കായൽ ഒത്തിരി പായലാണ്. അതുകൊണ്ട് ഈ ഷിക്കാര ബോട്ടിന് വരാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ളൊരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഈ ഒരു യാത്ര തുടങ്ങിയായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ റെഡ് കളറിൽ കാണുന്നില്ലേ പാലം. ഇവിടെ ഈ പുന്നമട കായലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഹൗസ് ബോട്ട് പോകുന്നതും അതിങ്ങനെ ഒത്തിരി നിർത്തിയിട്ടേക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണെന്ന് എനിക്ക് തോന്നി. മുന്നേ ഞാൻ 2 പ്രാവശ്യം ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിക്കാര ബോട്ട് ഇപ്പോൾ ചൂസ് ചെയ്തത്. പിന്നെ ഇത് അഫോർഡബിളും കൂടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്കിങ്ങനെ പുന്നമട കായൽ കാണുമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ആലപ്പുഴയിലെ കൈനഗിരി ഭാഗത്തൂടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ വയലൊക്കെ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കനാലിലൂടെയാണ് ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതാണ്. കാരണം വിട്ട് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു ഹൗസ് ബോട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങിയൊക്കെ കൊടുക്കണം. അത് രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോയി കാണിച്ചത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിരുന്നു. ഇവിടെ ഒത്തിരി സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സിനിമ കാണാത്ത എന്നോട് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണെന്നുള്ള ചോദ്യമായിരുന്നു എനിക്ക്. ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് 2015 കേട്ടോ ഈ ഒരു ഓവർ ബ്രിഡ്ജിന്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇവന്റ്സ് ഒക്കെ നടത്താനും വെഡിങ് വെന്യൂ ആയിട്ടും ഒക്കെ ഉള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ ടൂറിസം ബോർഡ് ഈ ഒരു ഓവർ ബ്രിഡ്ജ് പണി കഴിച്ചത്. ഇവിടുത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കള്ളുഷാപ്പിലാണ് കേട്ടോ പോയത്. അവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ കുക്ക് ചെയ്ത് തന്നു. പിന്നെ പുറകിലൊരു വയലുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഈ ഷിക്കാര യാത്ര 4 hours എടുത്തോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. മിനിമം 3 hours എങ്കിലും വേണം. ഞങ്ങൾ ആദ്യം വിചാരിച്ചൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോരെ, പിന്നെ ബോർ അടിക്കത്തില്ല എന്നൊക്കെ. പക്ഷേ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് 4 മണിക്കൂറൊന്നും ഒന്നുമല്ല, ശരിക്കും കുറച്ചുകൂടെ വേണമായിരുന്നു എന്നൊക്കെ. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ പരുന്തിനെ ഇത്ര അടുത്ത് കാണുന്നത്. അതിനെ എടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യമൊക്കെ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. പിന്നെ എക്സൈറ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ധൈര്യമൊക്കെ സംഭരിച്ചങ്ങ് എടുത്തു. ഞങ്ങളെ ബോട്ട് ഓട്ടിക്കുന്ന ചെക്കൻ ഈ പരുന്തിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മുടെ തോളത്തൊക്കെ ഇത് വെച്ച് തരുമെന്ന്. അവർ സ്ഥിരം കാണുന്നതുകൊണ്ട് കമ്പനി ആയിരിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. ഇതിനെ തോളത്ത് വെച്ചിരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചത് അതിൻ്റെ കൂർത്ത ചുണ്ടുകളായിരുന്നു. ഇതെങ്ങാനും എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്നായിരുന്നു എൻ്റെ പേടി. ഇത് ശരിക്കും തലയിലോട്ട് പറന്ന് കയറിയപ്പോൾ ഞാൻ കണ്ണ് പൊത്തിയത്. അതുകൊണ്ടാണ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പരുന്തിന് നല്ല കൂർത്ത നഖങ്ങളല്ലേ, അതുകൊണ്ട് കയ്യിൽ മൊത്തം പാടായി. ഗൗരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഈ പരുന്തൊക്കെ ഉള്ളത്. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ച കാരണം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല. പകരം ഞങ്ങളൊരു കരിക്ക് മേടിച്ച് കുടിച്ചായിരുന്നേ. 80 രൂപയായിരുന്നു ഈ കരിക്കിന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കിട്ടിയൊരു സംഭവമുണ്ടോ ഈ പരുന്തിനെ കാണാൻ പറ്റുക എന്നത്. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയപ്പോഴത്തേനും ബോട്ട് ഡ്രൈവർ പറഞ്ഞതുമില്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നതും. അതുകൊണ്ട് ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ട്രഷർ മൂമെൻ്റ് ആയിട്ടായിരുന്നു തോന്നിയത്. പിന്നെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഫ്ലോട്ടിംഗ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറി കണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഡോക്ടറൊക്കെ ഉണ്ടാവും. ഇവരെ നേരത്തെ അറിയിച്ചിരിക്കും കേട്ടോ ഏത് ഏരിയയിലാണ് ഇവർ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ആവശ്യമുള്ളവർ വന്ന് നിൽക്കും. അങ്ങനെ ഡോക്ടർ ഈ ബോട്ടിനകത്ത് ചികിത്സയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ ആണ് കേട്ടോ. ആയുർവേദത്തിനും അലോപ്പതിക്കും ഒക്കെ ഇതാണ് കൊണ്ടെന്നാണ് കേട്ടോ ഞാൻ കേട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ എബിൻ്റെ ഷിക്കാര ബോട്ടിലാണ് കേട്ടോ ഈ ഒരു യാത്ര നടത്തിയത്. അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാവേ.